പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഫോറസ്റ്റ് ടോക്സിൽ ഞാൻ സിമി ബാബ്ജ. കഴിഞ്ഞ കുറച്ച് വീഡിയോസായി നമ്മൾ ആർട്ട് ഓഫ് ടീച്ചിങ്, അധ്യാപന കല, അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി കുറേ വീഡിയോകൾ ചെയ്തതിൻ്റെ ഒരു പ്രധാന കാര്യം ഈ വിഷയത്തിൻ്റെ ഇമ്പോർട്ടൻസ് കാരണം തന്നെയാണ്. കാരണം കുട്ടികളിലേക്ക് നമ്മുടെ അറിവ്, നമ്മളുടെ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകുന്നതോടൊപ്പം പല ധാർമ്മിക മൂല്യങ്ങളും നമ്മൾ അവരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ തന്നെ കറക്റ്റായി അവരിലേക്ക് എത്തപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ടീച്ചിങ് അല്ലെങ്കിൽ അധ്യാപനം എന്ന ആ ഒരു പ്രൊഫഷന് അതിൻ്റേതായ വാലിഡിറ്റി ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എഫക്റ്റീവ് ടീച്ചിങ്. എങ്ങനെ നമ്മളുടെ പഠിപ്പീര് അല്ലെങ്കിൽ അധ്യാപനം കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതിന് എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും എന്ന വിഷയമാണ്. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൽ, നമ്മളുടെ വിഷയത്തിൽ ഉള്ള ആ ഒരു നോളജ് ലെവൽ അത് കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും. നമ്മുടെ അറിവ് മാത്രമല്ല അവിടെ പ്രധാനപ്പെടുന്ന ഒരു വിഷയം. കുട്ടികൾ, നമ്മുടെ മുന്നിൽ ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന എല്ലാ കുട്ടികൾക്കും അത് എത്രമാത്രം മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതിലാണ് അധ്യാപകരുടെ വിജയം. നമുക്കറിയാം, കുട്ടികൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളവരാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ ലേണിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവർക്ക് ഗ്രഹിക്കാനുള്ള കഴിവ്, ഇതൊക്കെ തന്നെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അവരെ പഠിപ്പിക്കുമ്പോൾ, ആ വിഷയത്തിൽ നമ്മുടെ നോളജ് അവരിലേക്ക് എത്തിക്കുമ്പോൾ, നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ കുട്ടികളിൽ പലർക്കും ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാകും. ചില കുട്ടികൾക്ക് ഒന്നിൽ അധികം തവണ പറയേണ്ടി വരുന്നു. ചില കുഞ്ഞുങ്ങൾ ഉദാഹരണ സഹിതം നമ്മുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ എക്സാമ്പിൾസൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അത് കുറച്ചുകൂടി മനസ്സിലാകും. നമ്മളുടെ ഒരു ഈഗോ അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു മടി, അങ്ങനെ ഒരു കാര്യം അധ്യാപകരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ നോളജ് അവരിലേക്ക് ഷെയർ ചെയ്യുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ സംശയങ്ങൾ, നമുക്കറിയാം ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് മുന്നോട്ട് ചിന്തിക്കുന്നവരാണ്. അവർ ജനറേഷൻ മാറുന്നതിനനുസരിച്ച് അവരവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നുണ്ട്. അത് ചോദിക്കുമ്പോൾ നമ്മൾ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവിടെ അധ്യാപകൻ എന്ന ആ വ്യക്തി പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഒരു സംശയം അന്നത്തെ ദിവസം നമുക്കത് പരിഹരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയണം, ഞാൻ ഒന്നുകൂടി റെഫർ ചെയ്തതിന് ശേഷം പറയാമെന്ന്. നമുക്കറിയാം, മോഡേൺ ടെക്നോളജി ഒരുപാട് വികസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ആ അറിവുകൾ നേടാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് പഠിക്കാം. തീർച്ചയായും അധ്യാപകൻ എപ്പോഴും പഠിക്കുന്ന വ്യക്തിയായിരിക്കണം. നമ്മൾ എവിടെയാണ് നമ്മളുടെ പഠനം പൂർത്തിയാക്കി എന്ന് വിചാരിക്കുന്നത് ആ നിമിഷം മുതൽ അധ്യാപകൻ പരാജയപ്പെടാൻ തുടങ്ങും. മറിച്ച് നമുക്കറിയാത്ത കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ടെക്നോളജി കുട്ടികൾക്കാണ് കുറച്ചുകൂടി നന്നായിട്ട് അറിയാവുന്നത്. അതിൽ അവരെ നമ്മൾ നമ്മുടെ കൂടെ കൂട്ടി നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഷെയറിങ്ങും കൂടിയാണ്. നമ്മുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് പോലെ തന്നെ അവരുടെ അറിവുകൾ നമ്മൾ സ്വീകരിക്കുന്നിടത്തും നമുക്കൊരു പരാജയവും സംഭവിക്കില്ല, മറിച്ച് നമുക്ക് വിജയമാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ലേണിംഗ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അധ്യാപകർ തീർച്ചയായും മനസ്സിലാക്കണം. നമുക്കറിയാം, ഗവൺമെൻറ്റുകളാണെങ്കിലും ബോർഡുകളാണെങ്കിലും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള ബോർഡുകൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. സ്റ്റേറ്റ് ബോർഡ് അല്ലെങ്കിൽ CBSE, അതല്ലെങ്കിൽ ICSE. ഇവരൊക്കെ തന്നെ നമ്മളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്, നമ്മൾ പഠിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. അധ്യാപകർ പഠിച്ചെങ്കിൽ മാത്രമേ അത് വിദ്യാർത്ഥികളിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ഈ എഫക്റ്റീവ് ലേണിംഗ് വളരെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ നമ്മൾ അധ്യാപകർക്ക് കഴിയണം. അതിനുള്ള മനസ്സ് നമ്മൾ കാണിക്കുന്നിടത്താണ് നമ്മൾ എന്ന അധ്യാപകരുടെ വിജയമിരിക്കുന്നത്. ഇനിയും
കുറേ കാര്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ആർട്ട് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ച്. അതുകൊണ്ട് അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യും എന്ന് തീർച്ചയായിട്ടും ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.